ഹലോ, ഞങ്ങൾ ഓറഞ്ചിൽ ചൂണ്ടയിടാൻ വന്നേക്കാം കേട്ടോ. ഞങ്ങൾ ഇന്നലെയും ഒരു പുതിയ ചൂണ്ട മേടിച്ചു. ചൂണ്ട മേടിക്കലുള്ളൂ, ഇന്നേ വരെ മീനിട്ടിട്ട് മീൻ കിട്ടിയുള്ളൂ. അപ്പോൾ ഒരു പുതിയ സ്ഥലത്തേക്ക് വന്നേക്കാണ്. എവിടെയെങ്കിലും കിട്ടുമെന്ന് ഒന്ന് നോക്കണം. അപ്പോൾ ഞങ്ങളിത് അപ്പു, പൊന്നു, സുയിത്ത്, പിന്നെ കെയിനുണ്ട്. അപ്പം ഞങ്ങൾ ഒരു അടിപൊളി വ്യൂ സ്ഥലം കേട്ടോ, നല്ല വൈബുള്ളൊരു സ്ഥലം കേട്ടോ. അത് കാണാനായിട്ടും നല്ല സെറ്റപ്പാണ്. ഞാൻ കാണിച്ചു തരാം കേട്ടോ. നോക്കിയേ, നല്ല അടിപൊളി വൈബുള്ള സ്ഥലമല്ലേ. ഞങ്ങൾ നടുന്നവിടേക്ക് പോകട്ടോ. ഇതൊരു ഡാമാണ്. ഇത് അവിടെ ഒരാൾ പട്ടം പറത്തുന്നുണ്ട് കേട്ടോ. ഇത് ഇന്ത്യനാണ്, ഇന്ത്യനാണ്, ഇംഗ്ലീഷുകാരനല്ല. ഞങ്ങൾ ആ ഡാമിൻ്റെ അടുത്തോട്ടേക്ക് നടന്നു പോകണ്ടോ. ഞങ്ങൾ അവിടെ നിന്നാണ് വന്ന വണ്ടി പാർക്ക് ചെയ്തിട്ട്. ഇതൊരു ചെറിയൊരു പാർക്കും അങ്ങനെയൊക്കെയുള്ളതാണ്. നല്ല അസൽ കാറ്റാണ് കേട്ടോ. ഇന്ന് എന്താ അറിയില്ല, ഇന്ന് നല്ല അടിപൊളി കാറ്റാണ്. പട്ടം പറത്തണം. നോക്കി, ആള് അവിടെ നിന്നിട്ടാട്ടോ പട്ടം പറത്തണത്. എത്രത്തോളം കാണാൻ പറ്റിട്ടെന്നറിയില്ല. ഞങ്ങൾ ഓറഞ്ചിൽ ചൂണ്ടയിടാൻ വന്നേക്കാട്ടോ. ഓറഞ്ചിലൊരു ഡാമിൽ വന്നേക്കാണ് ചൂണ്ടയിടാനായിട്ട്. അപ്പോൾ അപ്പുവിന് പുതിയൊരു ചൂണ്ട മേടിച്ചു. അപ്പോൾ അപ്പുവിൻ്റെ പഴയ ചൂണ്ട ഞങ്ങൾ പൊന്നൂന് കൊടുത്തു. അപ്പോൾ അതേ അപ്പു ചൂണ്ട സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത് പൊന്നൂൻ്റെ ചൂണ്ട അല്ല, അത് അപ്പുവിൻ്റെ ചൂണ്ട, ഇത് പൊന്നൂൻ്റെ ചൂണ്ട. പിന്നെ കെയിനുണ്ട് താഴെ. ഒരു ഹായ് പറഞ്ഞേ, ഹായ് പറ. അപ്പോൾ അതേ സുയിത്ത് ചൂണ്ട സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, ചെമ്മീനൊക്കെ ഇട്ടിട്ടോ. ഇന്നെങ്കിലും ഒരു മീൻ കിട്ടുമെന്ന് നോക്കട്ടെ ഞങ്ങൾ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതൊരു ഡാമാണ്. ഇപ്പോൾ ഡാമിലേക്ക് ചൂണ്ടയൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഡാമിലേക്ക് ഇറങ്ങി നിന്ന് ചൂണ്ടയിടാം കേട്ടോ. ഇത് ഈ കാണുന്നതാട്ടോ നമ്മുടെ ഡാമിൻ്റെ ഒരു ഭാഗമാണിത്. ഇതൊരു വലിയ മരം മുറിഞ്ഞിങ്ങനെ കിടക്കുക. ഇതെന്താ പയ്യെ കയറി. ഇന്നെന്ന് വെച്ചാൽ കാറ്റെന്ന് പറഞ്ഞാൽ അസമാനം കാറ്റാണ്. അയ്യോ, എന്നാ കാറ്റാണെന്നറിയാമോ. ഇത് കലി കേട്ടോ. അത് അപ്പോൾ ഇതാണ്ട് നമ്മുടെ ഡാം. കാറ്റുള്ളതിനുകൊണ്ട് ഇതുണ്ടോ, വെള്ളം ഭയങ്കരമായിട്ട് ഇങ്ങനെ ഓളം തെറ്റിക്കൊണ്ടിരിക്കുക. അപ്പുറത്തൊക്കെ നല്ല രസമായിട്ടോ. അത് അവിടെ അങ്ങ് അക്കരെ ഒരു വീടോ റിസോർട്ടോ എന്തുകൊണ്ട് കാണിച്ചു തരാം. അക്കരെ ഡാമിൻ്റെ അങ്ങേ സൈഡാട്ടോ അത്. ഇത് അവിടെ ഒരു വീട് കണ്ടോ. മാക്സിമം സൂം ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വീഡിയോ അത്ര ക്ലാരിറ്റി ഉണ്ടോയെന്ന് അറിയില്ല. അവിടെ മലയാണ്. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അപ്പോൾ അപ്പുസ് അവർ 3 പേരുടെയും ചൂണ്ട റെഡിയാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചൂണ്ടയിടൽ ആരംഭിക്കുന്നതാണ്. സുയിത്ത് ചൂണ്ട എറിഞ്ഞു കേട്ടോ. കെയിനു കയറിക്ക്, നല്ല കാറ്റുണ്ട്. ഇച്ചിരി മുകളിലോട്ട് കയറിയെന്നോ. സുജിത്ത് ചൂണ്ട എറിഞ്ഞു, അങ്ങനെ വെച്ചിട്ടുണ്ട്. അപ്പുവിൻ്റെ ചൂണ്ട ഇപ്പോഴും പണിപ്പുരയിലാണ്. അപ്പോൾ പൊന്നുവിൻ്റെ ചൂണ്ട സെറ്റ് ചെയ്യാണ്ടോ സുജിത്ത് സെറ്റ് ചെയ്ത് കൊടുക്കാണ്. നമുക്ക് ഒരു അബദ്ധം പറ്റി ഗൈസ്. ഞങ്ങൾ കണ്ടോ, ഹോട്ട് ഡോഗാണ് ഇടാൻ കൊണ്ടുവന്നത്. പക്ഷെ അത് ഫ്രോസൺ ആയിട്ട് ഇരിക്കുന്നത് കൊണ്ട് ചൂണ്ടാകുമ്പോൾ കൊളുത്തുമ്പോൾ ഇത് കണ്ടോ, ഇതേപോലെ ആയി പോണ് കണ്ടോ, ഇങ്ങനെ ആയിപ്പോണ്. അപ്പോൾ അതെന്താ വെച്ചാൽ ചൂണ്ടയിൽ ഇരിക്കുന്നില്ല, എറിയുമ്പോൾ തെറിച്ച് പോണ്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തേക്ക് വെയിറ്റ് ചെയ്യാണ് ഇതൊന്ന് മെൽറ്റ് ആവാൻ വേണ്ടിയിട്ടോ. ഫ്രോസൺ കണ്ടോ, ഐസായിട്ടിരിക്കുക. അപ്പോൾ അതൊന്ന് മെൽറ്റ് ആവാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ്. സുജിത്തിൻ്റെ ചൂണ്ടയമ ചെമ്മീനാണ് ഇട്ടേക്കണേ. അതപ്പോൾ ഓൾറെഡി നമ്മൾ ഇട്ട് വെച്ചേക്കാണ് അവിടെ. കെയിനുവിന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ വിശപ്പ് തുടങ്ങി. കെയിനു കഴിച്ചോ? എന്തോന്നാ കഴിച്ചേ? കപ്പ് കേക്കാ കഴിച്ചേ? ഓക്കെ ആയോ? മുഖം തുടച്ചോളാം. പൊന്നു ആദ്യമായിട്ടിട്ട് ചൂണ്ടയിടുന്നത്. അപ്പോൾ ചൂണ്ട മേടിച്ചു കൊടുക്കാമെന്ന് മമ്മിയുടെ അടുത്ത് ചെന്ന് 2 പേരും സംസാരിച്ച് തീർപ്പാക്കി. ഞാൻ അറിഞ്ഞില്ല. ഇന്നലെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ചൂണ്ട മേടിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചില്ല. അതിന് മുഖം വീർപ്പിച്ചിരുന്നു. പിന്നെ ഞങ്ങൾ ഇന്നലെ പോയിട്ട് ഒരു ചൂണ്ട, കൂടിയ ചൂണ്ട മേടിച്ചു. 7,000-ൻ്റെ മേടിച്ചു, അല്ല 6,000-ൻ്റെ മേടിച്ചു. ഇതാട്ടോ ഇപ്പം ഇന്നലെ മേടിച്ച പുതിയ ചൂണ്ട. അപ്പോൾ അപ്പു അത് എടുത്തിട്ട്, അപ്പുവിൻ്റെ പഴയ ചൂണ്ട ഇത് എത്രേൻ്റെ ആയിരുന്നടാ അപ്പു? ഇത് 3,000-ൻ്റെ ആയിരുന്നു ഈ ചൂണ്ട. അപ്പോൾ അത് പൊന്നുവിന് കൊടുത്തു. സുജിത്തിൻ്റെ എത്രേൻ്റെയാടാ ചൂണ്ട? 4,000.
5,000. ആ ഓക്കെ. അപ്പുവിൻ്റെ 6,000 കേട്ടോ, ഇച്ചിരി കൂടി കൂടിയ ചൂണ്ടയാണ്. എനിക്ക് പിന്നെ ഇതിനോടൊന്ന് അത്ര മരങ്ങില്ലാത്തതുകൊണ്ട് നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ഞാനിന്ന് വീഡിയോ മറ്റേ ക്യാമറമാനായ കാണുന്നത്. നല്ല രസമാട്ടോ, ലേക്ക് കാണാനൊക്കെ നല്ല അടിപൊളിയാണ്. പക്ഷേ ഇന്ന് നമ്മൾ വന്ന ദിവസം പറ്റിയില്ല, കാരണം അതേപോലെ കാറ്റ്. ഇതുകൊണ്ടോ ഭയങ്കര കാറ്റെന്ന് പറഞ്ഞാൽ ഭയങ്കര കാറ്റാണ്. അറിയില്ല എന്നാ പറ്റി, എന്നാ ഇത്ര ഭയങ്കര കാറ്റ്. ഞാനിവിടെ ഒരു പാർക്കുണ്ട്, അവർ ചൂണ്ടയൊക്കെ ഒന്ന് സെറ്റ് ആവണവരെ ഞാൻ ജസ്റ്റ് നിങ്ങളെ പാർക്ക് കാണിച്ചു തരാം കേട്ടോ. നല്ല അടിപൊളി പാർക്കൊക്കെയാണ്. പാർക്ക് കുഴപ്പമില്ല. അവിടെ ഒരാൾ നിന്നിട്ട് നല്ല പട്ടം പുറത്തുണ്ട്. പക്ഷേ ഇത്രയും വലിയ കാറ്റത്ത് അത് ഓവറായിട്ട് ഇതായി പോകാമെന്ന് തോന്നുന്നു, കാറ്റായതുകൊണ്ട്. കാറ്റെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര കാറ്റാണ്. ആള് പോയി, ആൾ പോയിട്ടോ. അതെ, ഇതൊരു പാർക്കാണ്. അപ്പോൾ അവിടെ നിന്നിട്ട് ഒരു ചേട്ടൻ, ഇന്ത്യനാണ്, മലയാളിയല്ല, ഇന്ത്യനാണ്, പട്ടം പുറത്തുനിന്നുണ്ടായിരുന്നു. ഞാൻ നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇവിടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുറച്ച് വീടുകളുള്ളതിൻ്റെ അടുത്ത് ഇതേപോലെ കൊണ്ടുവന്നിട്ട്, അല്ലെങ്കിൽ ഇതേപോലെ ഡാമുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ളടത്ത് ഇതേപോലെ പാർക്ക് സെറ്റ് ചെയ്യും. കണ്ടോ, കൊച്ചുങ്ങൾക്ക് കളിക്കാനും. ഇത് താഴെ ഡാമാണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ പാർക്കിൽ ഇതുണ്ട്. ഇതേപോലെ ഇത് ഗ്യാസിൽ വർക്കാവണതാണ്. അപ്പോൾ നമുക്കിവിടെ ഫുഡൊക്കെ ഉണ്ടാക്കുക, കുക്ക് ചെയ്യുക, ഗ്രില്ല് ചെയ്യാം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ആരോ വന്ന് ഗ്രില്ല് ചെയ്തിട്ട് ക്ലീൻ ചെയ്യാണ്ട് പോയിട്ടോ. സാധാരണ ഇത് അവർ ക്ലീൻ ചെയ്ത് ഫുഡൊക്കെ വെച്ച് കഴിഞ്ഞാൽ ക്ലീൻ ചെയ്യണമെന്നാണ്. ഇതിപ്പോൾ ആരോ ക്ലീൻ ചെയ്യാണ്ട് പോയി. ഇത് നല്ല നീറ്റാക്കി ഇട്ടിട്ടുണ്ട്. ഇതിനിടയിൽ ഇവിടെ ഗ്യാസാണ്. ഇത് ഇവിടുത്തെ ഗവൺമെൻറ് ചെയ്തേക്കണത് കേട്ടോ. അങ്ങനെ കുക്ക് ചെയ്തിട്ട് കണ്ടത് ഇവിടേക്ക് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട്, ഷെഡ് പോലെ. അതിനകത്ത് ഇരുന്ന് നമുക്ക് കഴിക്കാം. നമ്മുടെ നാട്ടിലും ഈ പറഞ്ഞ മാതിരി എന്തോരം ഗവൺമെൻറ്റിൻ്റെ സ്ഥലങ്ങളൊക്കെ കിടക്കുന്നത്. ഇതേപോലെയുള്ള പാർക്കുകളൊക്കെ ഉണ്ടാക്കി കളിക്കാനൊക്കെ ഇടങ്ങി രസമല്ലേ. ഇതുണ്ടോ, പിള്ളേർക്ക് കറങ്ങി കളിക്കാനാണ്, കറങ്ങണമെന്നാണ് അല്ലേ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ രസമെന്ന് നോക്കി. ഇതേപോലെ ഉണ്ടോ, ഇവിടെ വൈകുന്നേരം ആകുമ്പോൾ പിള്ളേർ ഒക്കെ കൊണ്ടുവന്ന് ഇങ്ങനെ ഇരിക്കാം. ഇവിടെ ഒരു അമ്മിച്ചി വന്നിട്ടുണ്ട്, അമ്മിച്ചിയും ചൂണ്ടിടാൻ വന്നേക്കണതാണെന്ന് തോന്നുന്നു. ഇതേപോലെ ഇവിടെ സേർട്ട് വലിക്കാൻ വെള്ളം എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ കണ്ടോ, അതെ ഇത് ഇതേപോലെ ഒരു കളിക്കുന്നത്. കാക്ക പോണു, കാക്ക. ഇവിടുത്തെ കാക്ക നോക്കിയേ, ഇച്ചിരി വെളുപ്പും കറുപ്പും. ഇത് കണ്ടോ, ഇതേപോലെ അടിപൊളി പിള്ളേർക്ക് കളിക്കാൻ പറ്റിയൊരു സാധനമാണ്. ഒരു അമ്മിച്ചി ഇതിലിങ്ങനെ നടന്നു വരുന്നുണ്ട്. കണ്ടോ, ഇതാണ് ഇവിടുത്തെ ഈ ഗ്രൗണ്ടിൻ്റെ ഉള്ള പിള്ളേർക്ക് കളിക്കാനൊക്കെ ആയിട്ടുള്ള സെറ്റപ്പും ഇതിൻ്റെ താഴെയുണ്ട്. ഇനി അതേപോലെ ഇവിടെയൊക്കെ കളിക്കാനായിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഊഞ്ഞാലും ഇതൊക്കെയുണ്ട് താഴെ. ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകൾ. അടിപൊളിയല്ലേ. കാറ്റുണ്ട്, അതുകൊണ്ടാന്ന് തോന്നുന്നത് ആൾക്കാർ ആരും ഇല്ല കേട്ടോ. താഴെ മറ്റേ ഇതും. സുജിത്ത് ചൂണ്ട വലിച്ചു നോക്കാണ്. ഒന്നും കൊത്തിയിട്ടൊന്നുമില്ല, തീറ്റ ഇട്ടതുണ്ടോയെന്ന് അറിയാൻ വേണ്ടിയിട്ടോ. തീറ്റ ഉണ്ടല്ലോ. അവൻ എന്തോ ചണ്ടി പിടിച്ചോടാ, എന്തോ ഒരു ചണ്ടി പിടിച്ചേക്കണ്. ഗൈസ്, എന്തോ ചണ്ടി പിടിച്ചു. ഉണ്ടോ, എന്തോ ചണ്ടി കയറി ചൂണ്ടമ്മ. തീറ്റ അങ്ങനെ തന്നെയുണ്ട്. അപ്പൂൻ്റെ അത് ശരിയായോടാ, തീറ്റ ആയിട്ടില്ല. അത് മെൽറ്റ് ആവട്ടെ ഒന്നുകൂടി. അയ്യോ, പറന്നു പോലോ നമ്മൾ തന്നെ. എന്തൊരു കാറ്റ്. കഴിഞ്ഞു വീഴും, ഇങ്ങോട്ട് കയറിക്കഴിഞ്ഞു. അതെ, അക്കരെ ആരാണ്ട് വന്ന് നിന്ന് ചൂണ്ടിയിട്ടുണ്ടല്ലോ. ക്ലിയർ അല്ല, ഒരാൾ ചൂണ്ടയിടുന്നതാണ്. അത് വള്ളമാണോ? മനസ്സിലാവുന്നില്ല. ഒരാളാന്ന് മാത്രം മനസ്സിലാവണുള്ളൂ. അക്കരെ അപ്പുറത്താ. ഓക്കെ, അപ്പു ത്രോ ചെയ്തു. ആ കോലിട്ട് അയ്യോ, കാറ്റ് എന്നെ പറപ്പിക്കുമെന്ന്. ഓക്കെ, റെഡി, 1 2.
ഹാ കാറ്റ് ഫുള്ള് തീർന്നു കേട്ടോ. കാറ്റില്ലാണ്ട് ഇപ്പം എന്ത് സുഖമാണ്. പൊന്നു നീങ്ങിക്ക്. ഓക്കെ, വെയിറ്റ് ചെയ്തു കേട്ടോ, ത്രോ ചെയ്ത്. ഇനി മറ്റേത് കുത്തി വെക്കി താഴെ. അപ്പം ഇനി നമുക്ക് വെയിറ്റ് ചെയ്യാം കുറച്ച് നേരം കൂടി. കിട്ടുമല്ലെന്ന് അറിയില്ല. ഇറങ്ങണമെങ്കിൽ അതിന്റെ അടുത്തേക്ക് വാലിറ്റികളൊന്നും ചെയ്യില്ല. ഇതൊക്കെ കങ്കാരുക്കളുടെ മേനയാണ് ഗൈസ്. നോക്ക്, ഇത് നോക്കിയേ, ഇഷ്ടം പോലെ കങ്കാരുക്കൾ. ഞാനിതിൻ്റെ അടുത്ത് പോയി ഒന്ന് വീഡിയോ പിടിച്ചിട്ട് വരാം. കുഴപ്പമില്ലല്ലോ, വേണ്ട. ഇത് നോക്ക് കങ്കാരുക്കളെ അടുത്ത് കാണാത്തവർ കണ്ടോളൂ. എന്താ ഇരിക്കണത്, ഇരിപ്പ് നോക്കി എല്ലാവരും. ഞാൻ ഞങ്ങളുടെ അടുത്തേക്ക് വന്നപ്പോൾ എത്തി വലിഞ്ഞ് നോക്കാം. ഓടി വന്ന് തന്നെ കരോട്ട സ്റ്റൈലെടുത്ത് ചവിട്ടോ കേട്ടോ, അറിയില്ല. ഇത് നോക്ക് ഗൈസ്, തൊട്ടടുത്താട്ടോ. അതെ, വാലുമ കുത്തി പോണത്. ആ ചേട്ടൻ എണീക്കുന്നത് ഇങ്ങനെ തന്നെ നോക്കിയേ. ഇത് നോക്കുക, ഒരു കൂട്ടം കങ്കാരു. അടിപൊളിയല്ലേ?